ഇന്നും ഇനി എങ്ങോട്ടാന്നല്ലേ? ഇന്ന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണേ. അമ്മച്ചിയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയതാ. ഞാനും അമ്മച്ചി അടി ഉണ്ടാക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിലില്ല കേട്ടോ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അമ്മച്ചിക്ക് എന്നെ ജീവനാ കേട്ടോ. എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും അമ്മച്ചിയുടെ അടുത്തൊന്ന് മൂളിയാൽ മതി, ആ സ്പോട്ടിൽ എൻ്റെ കയ്യിൽ എത്തിക്കും കേട്ടോ. ഇച്ചിരി ഉള്ളന്നേ ഉള്ളൂ അല്ലേ? പക്ഷെ നാക്ക് നിങ്ങളും കൂടി ഇതാ. അതെല്ലാവർക്കും അങ്ങനെ. നിനക്കോ? അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ബാ നമുക്ക് കുറച്ച് പറമ്പിലെ പണി ചെയ്യാന്നേ. പിന്നെ ഞാനൊന്നും നോക്കില്ല, നേരെ പറമ്പിലോട്ട് കയറി പണികൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പറമ്പിലെ കൃഷികൾ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. പക്ഷേ അതാര് നശിപ്പിക്കുന്നു എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ അതിനുള്ള തെളിവ് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി കേട്ടോ. ഇത്രയും നാളും പാവം പന്നികളെ സംശയിച്ചു. കഴിഞ്ഞ വർഷം നട്ട ചേനയുടെ മൂട് കണ്ടുപിടിക്കാനേ ഞങ്ങൾ ആകുന്നു ഒന്ന് പരിശ്രമിച്ചേ, പക്ഷെ കണ്ടെത്തിയില്ല കേട്ടോ. ഇന്ന് പറമ്പിൽ കയറിയപ്പോൾ ദേ ഹെൽമെറ്റ് പരുവത്തിലാക്കി തന്നിട്ടുണ്ട്. അവർക്കും വിശപ്പ് അടക്കണ്ടായോ? നമ്മൾ പറയുന്നത് പോലെയാണോ? മൃഗങ്ങളായാലും മനുഷ്യരായാലും വിശപ്പ് ഒരുപോലെയല്ലേ? അവർക്കും ഈ ഭൂമി ജീവിക്കാനുള്ള അനുവാദം ഇല്ലേ? അവരും കഴിച്ചു വളരട്ടെ. നമ്മുടെ വിളകൾ നശിപ്പിച്ചാലും ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നേ. എത്രയോ നഷ്ടങ്ങൾ നമ്മൾ സഹിച്ചിരിക്കുന്നു. വിശപ്പടക്കിയതല്ലേ, സാരമില്ലെന്ന് വെച്ചു. വീട്ടിലുണ്ടായ ഒരു പ്ലാവേലെ അണ്ണാമാരും കിളികളും എല്ലാം കലപില കൂട്ടുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നേ. അവർക്ക് വേണ്ടുന്ന ചക്കകൾ നിർത്തിയിട്ട് ബാക്കി മാത്രം പറിക്കാവുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് അമ്മയും മറുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു പോയി. അപ്പം ശരി, ഇനി നാളെ കാണാം.